നമസ്തേ. ഞാനൊരു പെൻഷനറാണ്. സംസ്ഥാന സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ. 18 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട്. ഈ 18 വർഷമായിട്ട് പെൻഷൻ കിട്ടുന്നതിൽ ഇതുവരെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എല്ലാ മാസവും 1-ാം തീയതി പെൻഷൻ കിട്ടും. അതെൻ്റെ അക്കൗണ്ടിൽ വരും. അക്കൗണ്ടിൽ നിന്ന് ഞാൻ പിൻവലിച്ചാൽ മതി. പക്ഷേ ഈ മാസം മാർച്ച് 1-ാം തീയതി പെൻഷൻ കിട്ടിയില്ല. ഇന്നിപ്പോൾ 3 നാളെ കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് തന്നെ ഉറപ്പില്ല. കിട്ടുമെന്ന് അത് എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത് സാങ്കേതിക തകരാറാണ്. എന്താണ് ആ സാങ്കേതിക തകരാർ? അതങ്ങ് തുറന്ന് പറഞ്ഞുകൂടെ? ആളുകളെ ഇങ്ങനെ ഒരു ഇരുട്ടുമറയിൽ നിർത്തുന്ന എന്തിനാ? സാങ്കേതിക തകരാർ താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ശ്രീ KN രാജഗോപാൽ അത് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പറയൂ, പത്രക്കാരുടെയൊക്കെ പറയട്ടെ, പെൻഷൻകാരൊക്കെ അത് അറിയട്ടെ. ഇന്ന സാങ്കേതിക തകരാറ് കൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ വൈകുന്നത്, അല്ലാതെ സർക്കാരിൻ്റെ പണമില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളത് ജനങ്ങൾക്ക്, പെൻഷൻകാർക്ക് ബോധ്യപ്പെടട്ടെ. താങ്കൾക്ക് ഈ എന്താ സാങ്കേതിക കാരണങ്ങൾ അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ആയിക്കൊള്ളട്ടെ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതറിയാവുന്ന ഉദ്യോഗസ്ഥർ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഉള്ള ആൾക്കാർ ഒന്നുകിൽ ഞങ്ങൾക്ക് ഇമെയിൽ വഴി വിശദീകരിക്കട്ടെ, അല്ലെങ്കിൽ പത്രക്കാരുടെയൊക്കെ അവർ പറയട്ടെ ഇന്ന തകരാറാണെന്ന്. പണ്ട് സ്പ്രിംഗ്ലർ കുംഭകോണം ഉണ്ടായപ്പോഴ ശിവശങ്കർ അല്ലേ അന്ന് വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു അത് വിശദീകരിക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞു. അത് നല്ല കാര്യം, ആൾ വന്ന് വിശദീകരിച്ചു. പക്ഷേ എന്നിട്ടും ആർക്കും ഒന്നും അത് പിടികിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങളുണ്ടെന്നുള്ളത് മാത്രം പിടികിട്ടി. ഇതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് പിടികിട്ടി. അല്ലാതെ അങ്ങേരുടെ വിശദീകരണമൊന്നും നമുക്ക് ബോധ്യമാകുന്ന തരത്തിലായിരുന്നില്ല. അത് ബോധ്യമാകാത്തതിന് കാരണം ഒരു കള്ളത്തരം ഉണ്ടായിരുന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും വിട്ട് വിശദീകരിക്കൂ, ഞങ്ങൾക്ക് മനസ്സിലാകട്ടെ. പൈസ ഇല്ലാത്തതിന് സാങ്കേതിക തകരാറെന്ന് പറഞ്ഞു ഒഴികെയല്ല സർക്കാർ ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയട്ടെ. എങ്കിലല്ലേ ഞങ്ങൾക്ക് സർക്കാരിനോട് ഉള്ള ഒരു മതിപ്പ് ഇല്ലാതെ നിലനിർത്താൻ പറ്റുള്ളൂ. ഇല്ലാതാകാൻ പാടില്ല. സർക്കാരിനോട് മതിപ്പില്ലാത്ത പെൻഷൻകാരും ഉദ്യോഗസ്ഥരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിനും ധനമന്ത്രി ഇടയാക്കുന്ന എന്തിനാണ്? ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ സാങ്കേതിക തകരാറെന്ന് പറയരുത്. ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പെൻഷൻ മുടങ്ങുക. പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ. വലിയ പണക്കാരൊന്നുമല്ല. 10, 30, 32, 33, ഞാൻ 33 വർഷം സർവീസിലുണ്ടായിരുന്ന ആളാണ്. ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം 22ാമത്തെ വയസ്സ് മുതൽ 55 വയസ്സ് വരെ 33 വർഷം ഞാൻ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. അന്നത്തെ സമ്പാദ്യത്തിൻ്റെ ചെറിയൊരു അംശമാണ് ഞങ്ങൾക്കിപ്പോൾ പെൻഷനായിട്ട് തരുന്നത്. അത് സമയത്തിന് തരണം. സർക്കാർ അതെല്ലാം കൂടെ പിടിച്ചു വെച്ചിട്ട് അത് സമയത്തിന് തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകൂ. നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് കേന്ദ്ര സർക്കാർ ഭരിക്കട്ടെ, അവരത് ചെയ്തോളൂ. ഈ മാസത്തെ പെൻഷൻ മാത്രമല്ല, 21% ക്ഷാമബത്തയുണ്ട്. ഡിയർനെസ് റിലീഫ് പെൻഷൻകാർക്ക് ആ പേരിലാണ് നൽകപ്പെടുന്നത്. അത് തരുന്നില്ല. കുറേ പെൻഷൻ പരിഷ്കരണമെന്നും പറഞ്ഞ് കുറേ സംഖ്യ ഉണ്ടായിരുന്നു. അവസാനത്തെ ഗഡു കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഇനി ഒരിക്കലും കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുമില്ല. 70,000 പേര് അവർക്ക് അവകാശപ്പെട്ട കാശ് കിട്ടാതെ അവർ മരണമടഞ്ഞു, പെൻഷൻകാർ. എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊരു മനപ്രയാസം ഉണ്ടാകുന്നില്ലല്ലോ. നിങ്ങൾ ഇഷ്ടം പോലെ ധൂർത്തടിച്ച് ജീവിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ആലപ്പുഴ വന്ന് 33 ലക്ഷം രൂപ ചിലവാക്കി ഒരു അഭിമുഖം നടത്തിയിട്ട് പോയി. എന്താണ് അഭിമുഖം? കൃഷിക്കാർക്ക് നിങ്ങൾക്ക് ഞങ്ങൾ 2,30,000 കർഷകരിൽ നിന്ന് ഞങ്ങൾ നെല്ല് സംഭരിച്ചിട്ടുണ്ട്, 65,000 കർഷകരുടെ പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 1,65,000 പേരുടെ പൈസ കൊടുക്കാൻ കിടക്കുകയാണ്. ഈ കൊടുക്കാൻ കിടക്കുന്നുണ്ട് എന്ന് പറയാനാണോ അവരെ ഒരു മുഖാമുഖം പരിപാടിയിലേക്ക് ക്ഷണിച്ച്
സൽക്കരിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഒരു ദുർവ്യയം? ഇങ്ങനെയാണ് ചിലവാകുന്ന പൈസകളൊക്കെ കൂടി ചേർത്ത് വെച്ച് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ചെയ്യ്. 7 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആൾക്കാർ 1600 രൂപ വെച്ച് കിട്ടുന്നതുകൊണ്ടാണ് അവർ മരുന്നൊക്കെ വാങ്ങിച്ച് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അതും സാങ്കേതിക തകരാറാണ്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കേന്ദ്ര സർക്കാരിന് കുറ്റം പറയുക. അപ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ തരാതെ ഞങ്ങളെ എല്ലാവരെയും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് തിരിക്കണം എന്നുള്ളതാണോ? ആ കുതന്ത്രമാണോ കേരള സർക്കാർ പയറ്റുന്നത്? കെ.എൻ. ബാലഗോപാൽ പയറ്റുന്ന ആ കുതന്ത്രമാണോ? ഞങ്ങൾക്ക് സംശയമാണ്. അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് എന്താണെന്ന് തുറന്നു പറയണം. അത് ദയവായി ചെയ്യുക. നന്ദി, നമസ്കാരം.